നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈം ആരംഭിക്കുന്നു. വോട്ടെടുപ്പിന് ഇനി 38 നാൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ നിർണായക സ്ക്രീനിംഗ് കമ്മിറ്റി ഇന്ന് ഡൽഹിയിൽ ചേരും. വയനാട്, വടകര, ആലപ്പുഴ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. തർക്കമുണ്ടായാൽ മണ്ഡലങ്ങളിൽ ഒന്നിലധികം പേരുകൾ ഉൾപ്പെടുത്തി സാധ്യതാ പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് നൽകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് ജയസാധ്യതകളെ ബാധിക്കുമെന്ന ആശങ്കകൾക്കിടെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ രണ്ടാം യോഗം ഡൽഹിയിൽ ചേരുന്നത്. AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് അധ്യക്ഷനായ സമിതിയിൽ KC വേണുഗോപാലിനും മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയ്ക്കും പുറമെ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ക്ഷണിതാക്കളായി പങ്കെടുക്കും. മത്സരത്തിനില്ലെന്ന നിലപാടിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻചാണ്ടിയും KC വേണുഗോപാലും. ശശി തരൂർ, കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, TN പ്രതാപൻ, K സുധാകരൻ, രമ്യ ഹരിദാസ്, KV തോമസ് എന്നിവർ സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. ആലപ്പുഴ, വയനാട്, വടകര മണ്ഡലങ്ങളിലാണ് അവ്യക്തത തുടരുന്നത്. ആറ്റിങ്ങലിൽ സാധ്യതയുള്ള അടൂർ പ്രകാശിനെ ആലപ്പുഴയിലേക്ക് മാറ്റുന്നതും പരിഗണനയിലുണ്ട്. മത്സരിക്കാൻ ഇല്ലെന്ന നിലപാടിന് ഉമ്മൻചാണ്ടി ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ അംഗീകാരം ലഭ്യമാക്കിയതിനാൽ പത്തനംതിട്ട, ഇടുക്കി സീറ്റുകളിൽ തീരുമാനം എളുപ്പമാകും. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി തുടർന്നേക്കും. ഇടുക്കിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന് PJ ജോസഫ് പറയുമ്പോഴും ഡീൻ കുര്യാക്കോസും ജോസഫ് വാഴക്കിനുമാണ് കോൺഗ്രസ് സാധ്യതാ പട്ടികയിൽ. കാസർഗോഡ് സുബ്രായിക്കാണ് മേൽക്കൈ. വടകരയിൽ KK രമയെ പിന്തുണയ്ക്കുന്നതിൽ ധാരണയായില്ല. കോൺഗ്രസ് മത്സരിച്ചാൽ മതിയെന്നാണ് തീരുമാനമെങ്കിൽ T സിദ്ദിഖിനാണ് മുൻഗണന. സുരക്ഷിത മണ്ഡലം എന്ന നിലയിൽ KC വേണുഗോപാൽ വയനാട്ടിലേക്ക് ചേക്കേറിയേക്കുമെന്നും സൂചനയുണ്ട്. ഇല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാനോ T സിദ്ദിഖിനോ ആണ് സാധ്യത. ന്യൂസ് 18 ഡൽഹി. വോട്ടെടുപ്പ് 38 നാളുകൾ മാത്രം അകലെയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇനിയുമായിട്ടില്ല. ഒന്നോ രണ്ടോ പേരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഈ പെടാപ്പാട്. പ്രമുഖരായ മുതിർന്നവർക്ക് മത്സരിക്കാൻ താൽപര്യമില്ല. താൽപര്യമുള്ളവരെ പരിഗണിക്കുന്നുമില്ല. ചുരുക്കത്തിൽ അങ്കലാപ്പ് അവസാനിക്കുന്നില്ല. പക്ഷേ ഇതെത്ര കണ്ടതാ എന്ന മട്ടാണ് പാർട്ടിയുടെ നേതൃസ്ഥാനത്തുള്ളവർക്ക്. അവർക്കൊഴികെ രാഷ്ട്രീയത്തോട് താൽപര്യമുള്ള മറ്റെല്ലാവർക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ആരെന്നറിയാൻ ആകാംക്ഷയുണ്ട് എന്ന വാചകം അധികമാവില്ല. കിട്ടുമായിരുന്ന മുൻതൂക്കം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വൈകുന്നതിലൂടെ കോൺഗ്രസ് കളഞ്ഞു കുളിക്കുകയാണ് എന്ന് ഒരു പക്ഷം. എന്നാൽ കോൺഗ്രസ് ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നിട്ടുണ്ട് എന്ന മറ്റൊരു വിഭാഗം. ഏതായാലും പ്രചാരണ രംഗത്ത് ഇടതു സാരഥികൾ ഏറെ മുന്നിലാണിപ്പോൾ. ഈ അവസരത്തിലാണ് ന്യൂസ് അജണ്ടയുടെ ചോദ്യം: ഓടിക്കയറി ഒപ്പമെത്തുക എളുപ്പമോ കോൺഗ്രസിന്? കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ PJ ജോസഫിന് സീറ്റ് നൽകാനുള്ള കോൺഗ്രസ് നീക്കത്തിൽ മുസ്ലിം ലീഗിന് അമർഷം. കോൺഗ്രസ് അഭ്യർത്ഥന മാനിച്ച് 3ാം സീറ്റെന്ന ആവശ്യത്തിൽ നിന്ന് ലീഗ് പിന്മാറിയിരിക്കെ കേരള കോൺഗ്രസിന് സീറ്റ് വിട്ടു നൽകുന്നതിലാണ് പ്രതിഷേധം. ഇത്തരമൊരു നീക്കത്തെക്കുറിച്ച് മുസ്ലിം ലീഗുമായി ആലോചിച്ചിട്ടില്ല എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. 2ാം സീറ്റിൽ തുടങ്ങിയ കേരള കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാൻ PJ ജോസഫിന് സീറ്റ് നൽകാനുള്ള കോൺഗ്രസ് നീക്കത്തിലാണ് ലീഗിന് അമർഷം. 3ാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്നും കോൺഗ്രസിന്റെ അഭ്യർത്ഥന മാനിച്ച് മുസ്ലിം ലീഗ് പിൻവാങ്ങിയതാണ്. 3ാം സീറ്റിന് അർഹതയുണ്ടെങ്കിലും കൂടുതൽ സീറ്റിൽ ജയിച്ചു പോകേണ്ട സാഹചര്യത്തിൽ സീറ്റ് തരാനാകില്ലെന്നായിരുന്നു കോൺഗ്രസ് ലീഗ് നേതാക്കളോട് പറഞ്ഞത്. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന് 2ാം സീറ്റ് നൽകാനുള്ള നീക്കമാണ് ലീഗിനെ ചൊടിപ്പിക്കുന്നത്. സാഹചര്യം വിലയിരുത്താൻ ഇന്നലെ രാത്രി കോഴിക്കോട് ലീഗ് ഹൌസിൽ ഉന്നതാധികാര സമിതി യോഗം അടിയന്തരമായി ചേർന്നു. PJ ജോസഫിന് സീറ്റ് നൽകാനുള്ള നീക്കത്തെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. അല്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു ചർച്ചയും ഒരു വിഷയവും പാർട്ടി അറിഞ്ഞിട്ടില്ല. ഇടുക്കിയിൽ PJ ജോസഫിനെ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിർത്താനാണ് കോൺഗ്രസ് നീക്കമെങ്കിലും ഫലത്തിൽ കേരള കോൺഗ്രസിന് 2 സീറ്റ് നൽകിയ പ്രതീതി സൃഷ്ടിക്കപ്പെടും. ലീഗിന് നിഷേധിച്ച സീറ്റ് കേരള കോൺഗ്രസിന് ലഭിക്കുന്ന സാഹചര്യം അണികളോട് വിശദീകരിക്കാൻ ലീഗ് നേതൃത്വം പ്രയാസപ്പെടും. PJ ജോസഫിന് സീറ്റ് നൽകിയാൽ ലീഗ് 3ാം സീറ്റ് ആവശ്യം വീണ്ടും ഉയർത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് നേതാക്കൾ കഴിഞ്ഞ ദിവസം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ കണ്ടിരുന്നു. പുതിയ സാഹചര്യത്തിൽ പരസ്യ നിലപാടുമായി രംഗത്തെത്താൻ യൂത്ത് ലീഗും ആലോചിക്കുന്നുണ്ട്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ PJ ജോസഫിന്റെ തീരുമാനം ഇന്നുണ്ടാകും. ഇടുക്കിയിൽ UDF സ്വതന്ത്രനായി മത്സരിച്ചേക്കുമെന്ന് ജോസഫ് ഇന്നലെ ന്യൂസ് 18നോട് പറഞ്ഞിരുന്നു. അതേസമയം ജോസഫിന് പിന്തുണ നൽകുന്നതിനെതിരെ മണ്ഡലത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു.
അനീഷ്, എന്തായാലും ഇടുക്കി ജില്ലാ നേതൃത്വം അടക്കം ജോസഫിന്റെ മത്സരത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം, ഇന്ന് ഈ ഒരു വിഷയത്തിൽ തീരുമാനമുണ്ടാകാനുള്ള ഒരു സാഹചര്യമാണോ കാണുന്നത്? ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ പി.ജെ. ജോസഫിന്റെ തീരുമാനം ഇന്നുണ്ടാകും. ഇടുക്കിയിൽ UDF സ്വതന്ത്രനായി മത്സരിച്ചേക്കുമെന്ന് ജോസഫ് ഇന്നലെ ന്യൂസ് 18നോട് പറഞ്ഞിരുന്നു. അതേസമയം ജോസഫിന് പിന്തുണ നൽകുന്നതിനെതിരെ മണ്ഡലത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നു. എന്തായാലും ഇന്ന് ഈ ഒരു വിഷയത്തിൽ തീരുമാനമുണ്ടാകുമെന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, തുടരാം. തീർച്ചയായും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് KPCC നേതൃത്വം പ്രാഥമികമായ ആശയവിനിമയം ജില്ലാ കോൺഗ്രസ് നേതൃത്വവുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ പി.ജെ. ജോസഫിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടായേക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിശദാംശങ്ങളാണ് MS അനീഷ് കുമാർ നൽകിയത്. പി.ജെ. ജോസഫ് ഇടുക്കിയിൽ മത്സരിക്കുകയാണെങ്കിൽ ടിക്കറ്റ് UDF സ്വതന്ത്രൻ എന്ന പേരിലായിരിക്കും. തത്വത്തിൽ അത് കേരള കോൺഗ്രസിന്റെ രണ്ടാം സീറ്റും. മുന്നണിയിലെ വലിയൊരു തർക്കത്തിന് കണ്ടെത്തിയ ഈ പോംവഴിയെക്കുറിച്ച് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിന് മാത്രവും. തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തപ്പോൾ തന്നെ മൂന്നാമതൊരു സീറ്റ് എന്ന ആവശ്യം മുസ്ലിം ലീഗ് ഉയർത്തിയിരുന്നു. നിരവധി ചർച്ചകളും നടത്തി. ആകെയുള്ള 20 സീറ്റുകളിൽ ലീഗിന് ഒന്നുകൂടി നൽകാൻ ഉണ്ടാവില്ല എന്ന വാദത്തിനു മുന്നിൽ അവർ പിൻവാങ്ങുകയായിരുന്നു. മുന്നണിയിലെ രണ്ടാം കക്ഷിയായ ലീഗിന് അധികം ഒരു സീറ്റ് നൽകാതെ കാലങ്ങളായി കോൺഗ്രസ് മത്സരിച്ചിരിക്കുന്ന ഇടുക്കി ജോസഫിന് നൽകുമ്പോൾ എന്തായിരിക്കും ലീഗിന്റെ പ്രതികരണമെന്നാണ് ഇനി അറിയേണ്ടത്. മുമ്പ് 5ാം മന്ത്രിയെ വാശി പിടിച്ചു വാങ്ങിയ ലീഗ് ഇനി എന്ത് നിലപാടെടുക്കും? ആലോചിച്ചിട്ടില്ല എന്ന കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കോൺഗ്രസ് നേരിടാനിരിക്കുന്ന തലവേദനയുടെ സൂചനയാണ്. ലീഗിനോടില്ലാത്ത കൂറ് ജോസഫിനോട് എന്തുകൊണ്ട് എന്നായിരിക്കും ഇനി ചർച്ചയാവുക. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 661 5881. ചോദ്യം ഒരിക്കൽ കൂടി, ലീഗിനോടില്ലാത്ത കൂറ് ജോസഫിനോട് എന്തുകൊണ്ട്? പൊന്നാനിയിലെ തോൽവി ഭയന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ SDP, പോപ്പുലർ ഫ്രണ്ട് എന്നിവയുമായി ചർച്ച നടത്തിയത് എന്ന് CPM. ലീഗ് മുൻകൈയെടുത്താണ് കൂടിക്കാഴ്ച നടത്തിയത് എന്ന് SDPI വ്യക്തമാക്കി. എന്നാൽ കൊണ്ടോട്ടിയിൽ നടന്നത് യാദർച്ഛിക കൂടിക്കാഴ്ച മാത്രമാണ് എന്ന് മുസ്ലിം ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ പ്രതികരിച്ചു. കൊണ്ടോട്ടി KTDC ഹോട്ടലിൽ 13-ാം തീയതി രാത്രിയാണ് മുസ്ലിം ലീഗ് SDP നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയത്. നേതാക്കൾ ഒരുമിച്ച് നടന്നുവരികയും മുറിയിലേക്ക് കയറുകയും പിന്നീട് തിരികെ പോവുകയും ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. 50 മിനിറ്റോളം കൂടിക്കാഴ്ച നീണ്ടുവെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തെരഞ്ഞെടുപ്പിൽ സഹായം തേടി മുസ്ലിം ലീഗ് മുൻകൈയെടുത്താണ് ചർച്ച നടന്നതെന്ന് SDP സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ മജീദ് ഫൈസി പറഞ്ഞു. അച്ചക്കല്ല സാധാരണ പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തൂലേ പലതും. തെരഞ്ഞെടുപ്പ് സമയമല്ലേ, സാധാരണ പോയല്ലോ. അല്ല, നമ്മൾ കണ്ടിട്ടുണ്ട്. വിശദാംശങ്ങൾ അങ്ങനെ ജസ്റ്റ് അങ്ങനെ കണ്ടേ ഉള്ളൂ. അതും ഒരു വിശദമായ ആ അർത്ഥത്തിലുള്ള ചർച്ചക്കൊന്നും പറ്റിയ സ്ഥലമല്ല കേരള. കൂടിക്കാഴ്ച യാദൃശ്ചികമാണെന്നും രാഷ്ട്രീയ ചർച്ച നടന്നില്ലെന്നുമാണ് മുസ്ലിം ലീഗിന്റെ വിശദീകരണം. വേറെ പൊളിറ്റിക്കൽ ഡിസ്കഷന് വേണ്ടി കൂടിയതേ അല്ല. ഞങ്ങൾ ആക്സിഡന്റലായിട്ട് അവിടുന്ന് കണ്ടുമുട്ടിയപ്പോൾ സംസാരിച്ച് പിരിഞ്ഞതാണ്. അതല്ലാതെ അതില് വേറൊരു ഡിസ്കഷനോ കാര്യങ്ങളോ ഇല്ല. ഉണ്ടെങ്കിൽ ഞങ്ങൾ രാഷ്ട്രീയ കേന്ദ്രത്തെ ചർച്ച ചെയ്യുള്ളൂ. പൊന്നാനിയിൽ തോൽവി ഭയന്നാണ് SDP, പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി മുസ്ലിം ലീഗ് കൂടിക്കാഴ്ച നടത്തിയതെന്ന് CPM ആരോപിച്ചു. മുസ്ലിം ലീഗിന്റെ മതേതര മുഖം മൂടി അഴിഞ്ഞുവിടെന്നും CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് പറഞ്ഞു. അവിടെ അവർ ചർച്ച ചെയ്തത് പൊന്നാനിയിൽ ദുർബലനായ ഒരു SDPI സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് SDPIയുടെ മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ വോട്ടുകൾ ബഷീറിന് മറിച്ചു കൊടുക്കുക, അങ്ങനെ ബഷീറിനെ ജയിപ്പിക്കാനുള്ള അവസാനത്തെ അടവാണ് ഇപ്പോൾ ഇന്നലത്തെ ചർച്ചയിലൂടെ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. കൂടിക്കാഴ്ചയെ ചൊല്ലി ഉയർന്ന ആരോപണങ്ങളെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിരോധിക്കുക എന്നത് മുസ്ലിം ലീഗിന് വലിയ വെല്ലുവിളിയാകും. ന്യൂസ് 18 മലപ്പുറം. പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി PB അൻവർ കോൺഗ്രസ് വോട്ട് ചോർത്തുമോ എന്നതാണ് മലപ്പുറത്തെ UDF നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ആശങ്ക. അൻവറിന് സഹായകമാകുന്ന രീതിയിൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ കർശന നടപടിയെടുക്കുമെന്നാണ് DCC പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ്. അതേസമയം തന്നെ കണ്ട KPCC അംഗം MN കുഞ്ഞുമുഹമ്മദ് ഹാജിയെ ലീഗ് പ്രവർത്തകർ തടഞ്ഞത് നിന്ദ്യമായി പോയെന്ന് PB അൻവർ പ്രതികരിച്ചു. മലപ്പുറത്ത് ലീഗും കോൺഗ്രസും തർക്കം തീർക്കാൻ ചർച്ച നടത്തുമ്പോഴായിരുന്നു MN കുഞ്ഞഹമ്മദ് ഹാജി PB അൻവർ കൂടിക്കാഴ്ച. കുഞ്ഞഹമ്മദ് ഹാജിയെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും കൂടിക്കാഴ്ച ആകസ്മികമായിരുന്നുവെന്ന് PB അൻവർ ന്യൂസ് 18നോട് പറഞ്ഞു. അദ്ദേഹത്തെ കണ്ടത് യഥാർത്ഥത്തിൽ ആകസ്മികമാണ്. അതിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കാണുന്നതിന് ഒരു തെറ്റില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലാൻ വരണ്ട എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ്സുകാരൻ എന്നോട് പറയില്ല.
ഞാനിവിടുത്തെ പല കോൺഗ്രസ്സുകാരെയും പല ലീഗുകാരും എല്ലാവരും നമ്മൾ കാണുന്ന സ്ഥാനാർത്ഥിയല്ലേ. അൻവറിന്റെ കോൺഗ്രസ് പാരമ്പര്യമാണ് UDFന്റെ തലവേദന. പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരുടെ വീടുകളിലെല്ലാം അൻവർ എത്തുന്നുണ്ട്. ലീഗുമായി അഭിപ്രായ വ്യത്യാസമുള്ളവരുടെ പിന്തുണ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകൻ UDF നയത്തിന് വിരുദ്ധമായി പെരുമാറിയാൽ കർശന നടപടിയുണ്ടാകുമെന്ന് DCC നേതൃത്വം മുന്നറിയിപ്പ് നൽകുന്നു. MN കുഞ്ഞഹമ്മദ് ഹാജിയുടെ വിശദീകരണം ലഭിച്ചുവെന്നും ആവശ്യമെങ്കിൽ അന്വേഷണം നടത്തുമെന്നും DCC പ്രസിഡന്റ് VV പ്രകാശ് വ്യക്തമാക്കി. ബോധപൂർവമായൊരു പ്രവർത്തനമല്ലെങ്കിൽ പോലും സംശയകരമായ രീതിയിലുള്ള ഒരു പ്രവർത്തനവും ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിലും പരിശോധിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൊണ്ടിരിക്കുക. ബോധപൂർവം ആരെങ്കിലും മാർക്സിസ്റ്റുകാരുടെ കെണിയിൽപ്പെട്ടുകൊണ്ട് അന്തരീക്ഷം മോശമാക്കാൻ ശ്രമിച്ചാൽ അവർക്ക് പാർട്ടിയിൽ സ്ഥാനം ഉണ്ടായിരിക്കുന്നതല്ല. ഇക്കാര്യങ്ങൾ വലിയ വിവാദമാക്കേണ്ട എന്ന നിലപാടിലാണ് ലീഗ് നേതൃത്വമെങ്കിലും നടന്ന കാര്യങ്ങളിലെ അനിഷ്ടം PK കുഞ്ഞാലിക്കുട്ടി മറച്ചുവെച്ചില്ല. പൊളിറ്റിക്സിൽ ഈ ആദി ഗൂഢാലോചനയൊക്കെ നല്ലതാണോ? അത് നിങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവരണം. മലപ്പുറത്തു നിന്നും CB അനുമോദ്, ന്യൂസ് 18. ഏപ്രിൽ 11 ആന്ധ്രാപ്രദേശ് നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തെലുങ്കുദേശം പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നവരുടെ ഒന്നാംഘട്ട ലിസ്റ്റ് പാർട്ടി പ്രസിഡന്റ് N ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചു. ചന്ദ്രബാബു നായിഡുവിന്റെയും മകൻ നരലോകേഷിന്റെയും പേരുകൾ 126 പേരുകൾ ഉൾപ്പെട്ട പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. 175 അസംബ്ലി സീറ്റുകളാണ് ആന്ധ്രയിലുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് നായിഡു അറിയിച്ചിരിക്കുന്നത്. നിയമസഭയിലേക്ക് സീറ്റിനായുള്ള വടംവലികൾ പാർട്ടിക്കുള്ളിൽ ശക്തമായി നടക്കുമ്പോഴാണ് 126 പേരടങ്ങുന്നവരുടെ ലിസ്റ്റ് ചന്ദ്രബാബു നായിഡു പുറത്തുവിട്ടത്. തലസ്ഥാനത്ത് വീണ്ടും കൊലപാതകം. ശ്രീവരാഹത്ത് കുത്തേറ്റ് യുവാവ് മരിച്ചു. പുനപുരം സ്വദേശി മണിക്കുട്ടനാണ് രാത്രിയിൽ മരിച്ചത്. മറ്റ് 2 പേർക്ക് കൂടി കുത്തേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നു. സജിത്ത്, ആരാണ് ഇതിന് പിന്നിലെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടോ? പോലീസ് നൽകുന്ന ഒരു വിശദാംശങ്ങൾ ഏത് രീതിയിലാണ്? തലസ്ഥാനത്തുണ്ടായിരിക്കുന്നത് വലിയ ലഹരി മരുന്ന് മാഫിയയുടെ ഇടപെടലുകളാണ്. ഇന്നലെ ഉണ്ടായ കൊലപാതകവും ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. മയക്കുമരുന്ന് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക, ഈ ഒരു അടിപിടി തടയാൻ ശ്രമിച്ച ഒരു വ്യക്തിക്കാണ് ഇന്നലെ കുത്തേറ്റ് മരിച്ചത്. പടിഞ്ഞാറേക്കോട്ട പുന്നപുരം സ്വദേശി ശ്യാം എന്ന് വിളിക്കുന്ന മണിക്കുട്ടൻ എന്ന വ്യക്തിയാണ് മരിച്ചത്. രാത്രി 11:30 ഇന്നലെ സംഭവം. ഇദ്ദേഹം ഈ മണിക്കുട്ടൻ യാത്ര ചെയ്യുന്നതിനിടെ റോഡ് വക്കിൽ ഒരു അടിപിടി വഴക്ക് നടക്കുന്നത് കാണുകയും അതിൽ ഇടപെട്ട് ഈ സംഘത്തെ പിരിച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഈ സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ തുറന്ന് കുത്തുകയായിരുന്നു. മറ്റു 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ശ്രീവാരഹം സ്വദേശികളായ രഞ്ജിത്തിനും ഈ സമീപത്ത് തന്നെയുള്ള മറ്റൊരാൾക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പ്രതികളെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് പോലീസിന്റെ വിശദീകരണം. തലസ്ഥാനത്ത് ഈ അടിക്കടി ഇത്തരത്തിൽ മയക്കുമരുന്ന് സംഘങ്ങളുടെ അക്രമം ഉയർന്നു വരുന്നതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിട്ടുണ്ട്. പോലീസിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കരമനയിൽ ഒരു യുവാവിനെ ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചു കൊന്ന സംഭവം ഉണ്ടായിരുന്നു. ഇതിന് പിന്നിലും മയക്കുമരുന്ന് സംഘങ്ങളായിരുന്നു. ഇങ്ങനെ സംസ്ഥാനത്ത് അടിക്കടിയായി മയക്കുമരുന്ന് സംഘങ്ങൾ, കഞ്ചാവ് മാഫിയയുടെ ഇടപെടലുകൾ വർദ്ധിച്ചു വരികയായിരുന്നു. അതിനു മുമ്പ് നേരത്തെയും അടിപിടി അടക്കമുള്ള ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കഞ്ചാവ് സംഘങ്ങളുടെ ഇടപെടലുകൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോലീസ് നിഷ്ക്രിയമായി എന്നതാണ് പ്രധാനമായി ഉയരുന്ന ആരോപണം. പ്രത്യേകിച്ച് ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് കാലത്തുകൂടി ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ നിലനിൽക്കുമ്പോൾ പോലീസ് വളരെ നിഷ്ക്രിയമായി പെരുമാറുന്നു. അതിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാവുന്നില്ല തുടങ്ങിയ വലിയ രീതിയിലുള്ള പരാതികളും ഉയർന്നിട്ടുണ്ട്. ശരി, വിശദാംശങ്ങളാണ് TG സജിത്ത് നൽകിയത്. തിരുവനന്തപുരം കരമനയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ 2 പേർ റിമാൻഡിൽ. ബാലു, റോഷൻ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. ഇവർ ഉൾപ്പെട്ട കൊലയാളി സംഘത്തിലെ 5 പേരാണ് ഇന്നലെ പോലീസ് പിടിയിലായത്. ബോധപൂർവം കൊല നടത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലവും കോടതിയെ അറിയിച്ചു. ക്ഷേത്രോത്സവത്തിനിടയിൽ നടന്ന തർക്കമാണ് അടിപിടിയിലും തുടർന്ന് കൊലപാതകത്തിലും കലാശിച്ചത്. ഇരു സംഘവും ലഹരിമരുന്നിന് അടിമകളാണ്. മുഖ്യപ്രതികളായ ബാലു, റോഷൻ എന്നിവർക്ക് പുറമെ സംഘത്തിലുണ്ടായിരുന്ന അരുൺ, ബാബു, അഭിലാഷ്, കാർത്തിക് എന്നിവരുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കും. കുറെ നാളുകളായി ഏറെ ശാന്തമായിരുന്നു തലസ്ഥാന നഗരം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട ചില വാർത്തകൾക്ക് ചോരയുടെ മണമാണ്. 2 ദിവസം മുൻപാണ് കരമനയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. അതും അതിദാരുണമായി. ഇന്നലെ വീണ്ടും കൊലപാതകം. ശ്രീവരാഹത്ത് യുവാവിനെ കുത്തിക്കൊന്നു. ഒരാളുടെ നില ഗുരുതരമാണ്. പിന്നിൽ മയക്കുമരുന്ന് മാഫിയാണെന്ന് പോലീസ് പറയുമ്പോൾ കൂടുതൽ ആശങ്കപ്പെടണം.
പുതിയ കാലത്ത് തർക്കങ്ങളിൽ തുടങ്ങുന്ന പ്രശ്നം പലപ്പോഴും അവസാനിക്കുന്നത് ചോരക്കളിയിലാണ്. ഈ സാഹചര്യത്തിൽ ന്യൂസ് അജണ്ടയുടെ ചോദ്യം ഇതാണ്: കുറ്റകൃത്യങ്ങളുടെ ആഴം കൂടുന്നത് ലഹരിയോ? വോട്ടിംഗ് യന്ത്രത്തിൽ സുതാര്യത ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ചന്ദ്രബാബു നായിഡു, അരവിന്ദ് കെജ്രിവാൾ, കെ സി വേണുഗോപാൽ തുടങ്ങി വിവിധ പാർട്ടികളിലെ 21 നേതാക്കളാണ് ഹർജി നൽകിയത്. സുതാര്യതയ്ക്കായി വിവിപാറ്റ് രസീതുകളിൽ 50% വോട്ടിനൊപ്പം എണ്ണണമെന്നാണ് ഹർജിയിലെ ആവശ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതി പരിഗണിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ കോടതിയെ സമീപിച്ചത്. BCCI ഏർപ്പെടുത്തിയ ആജീവനാന്ത വിലക്കിനെ ചോദ്യം ചെയ്ത് ക്രിക്കറ്റ് താരം ശ്രീശാന്ത് നൽകിയ അപ്പീലിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിലക്ക് ശരിവച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തീരുമാനത്തിനെതിരെയാണ് ശ്രീശാന്ത് സുപ്രീംകോടതിയെ സമീപിച്ചത്. 2013 IPL വാതുവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് ശ്രീശാന്തിന് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ശ്രീശാന്ത് ഒത്തുകളിച്ചതിന് തെളിവുണ്ട് എന്നാണ് ഹർജിയെ എതിർത്ത് BCCI കോടതിയെ അറിയിച്ചത്. എന്നാൽ അടിസ്ഥാനരഹിതമായ ആരോപണത്തിന്റെ പേരിലാണ് വിലക്കെന്നും ഭീഷണിപ്പെടുത്തിയാണ് പോലീസ് തന്റെ ആദ്യ കുറ്റസമ്മതമൊഴി തയ്യാറാക്കിയതെന്നുമാണ് ശ്രീശാന്തിന്റെ വാദം. ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ, KM ജോസഫ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പറയുക. മുംബൈയിലെ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള മേൽപ്പാലം തകർന്നു വീണ് മരിച്ചവരുടെ എണ്ണം 6 ആയി. 32 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളോട് പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. CST റെയിൽവേ സ്റ്റേഷനിലെ BT ലൈനിനെയും ടൈംസ് ഓഫ് ഇന്ത്യ കെട്ടിടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മേൽപ്പാലമാണ് ഇന്നലെ രാത്രി 7:30 തകർന്നു വീണത്. സമീപത്തുള്ള ഗോകുൽദാസ് തേജ്പാൽ ആശുപത്രിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന 2 നഴ്സുമാരടക്കം 6 പേരാണ് പാലത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട് മരിച്ചത്. ദേശീയ ദുരന്ത നിവാരണ സേനയിലെ 45 പേരടങ്ങുന്ന സംഘവും പോലീസ്, അഗ്നിശമന സേനാ വിഭാഗങ്ങളും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ച മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1.5 ലക്ഷം രൂപയുടെയും ധനസഹായം പ്രഖ്യാപിച്ചു. ये बहुत ही गंभीर घटना है और इसको बहुत ही सरकार ने सीरियसली लिया है और इसके तह तक पहुंचकर हम लोग जांच करके और जो दोषी है उनके ऊपर कड़ी से कड़ी कार्रवाई करेंगे. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ സങ്കടത്തിൽ പങ്കുചേരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും അറിയിച്ചു. കഴിഞ്ഞ 18 മാസത്തിനിടെ നഗരത്തിൽ നടക്കുന്ന 3ാമത്തെ മേൽപ്പാല അപകടമാണിത്. 2017 എലിഫന്റ്സൺ മേൽപ്പാലത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 23 പേർ മരിച്ചിരുന്നു. മേൽപ്പാല നിർമ്മാണത്തിലെ അപാകതകളാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്ന് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാകിസ്ഥാന്റെ പിടിയിൽ നിന്നും മോചിതനായി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വിംഗ് കമാൻഡർ അഭിനന്ദന്റെ ഡീബ്രീഫിംഗ് അവസാനിച്ചു. ശത്രുരാജ്യത്തിന്റെ പിടിയിലായ ശേഷം മടങ്ങിയെത്തിയ സൈനികരിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയുന്ന പ്രക്രിയയാണ് ഡീബ്രീഫിംഗ്. ഇനി കുറച്ചാഴ്ചകൾ വർദ്ധമാൻ അവധിയിലായിരിക്കും. ഇന്ത്യൻ വ്യോമസേന, മറ്റ് അന്വേഷണ ഏജൻസികൾ, രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ എന്നിവർ അഭിനന്ദനിൽ നിന്ന് പല ഘട്ടങ്ങളായി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ചുരുങ്ങിയ സമയം മാത്രമാണ് അഭിനന്ദൻ ശത്രുരാജ്യത്ത് കഴിഞ്ഞതെങ്കിലും സൈനിക ചട്ടപ്രകാരം വിശദമായ ഡീബ്രീഫിംഗ് തന്നെ പൂർത്തിയായി. വ്യോമസേന, ഇന്റലിജൻസ് ബ്യൂറോ, റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ്, വിദേശകാര്യ മന്ത്രാലയം എന്നിവയിലെ ഉദ്യോഗസ്ഥർ അഭിനന്ദനുമായി കൂടിക്കാഴ്ച നടത്തി. വിശദമായ വൈദ്യ പരിശോധനകളും നടന്നു. ഇനി 2 ആഴ്ച അഭിനന്ദൻ മെഡിക്കൽ ലീവിൽ ആയിരിക്കും. നട്ടലിനും പേശികൾക്കുമുള്ള പരിക്കുകൾ ഏറെക്കുറെ ഭേദമായിട്ടുണ്ട്. 2 ആഴ്ചയ്ക്ക് ശേഷം മെഡിക്കൽ സംഘം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വീണ്ടും പരിശോധിക്കും. അതിനുശേഷം മാത്രമേ തിരികെ ജോലിയിൽ പ്രവേശിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ. ഫെബ്രുവരി 27 ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണം പ്രതിരോധിക്കുമ്പോഴാണ് അഭിനന്ദൻ പാക് പിടിയിലായത്. പാകിസ്ഥാന്റെ F-16 വിമാനത്തെ MiG-21 പിന്തുടർന്ന് വെടിവെച്ചു വീഴ്ത്തിയത് അഭിനന്ദനായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊച്ചി പനമ്പള്ളി നഗറിൽ പെൺകുട്ടികളുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ചു. ബൈക്കിലെത്തിയ യുവാവാണ് പെട്രോൾ ഒഴിച്ചത്. രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. പെൺകുട്ടികൾ ബഹളം വെച്ചതിനെ തുടർന്ന് ഇയാൾ കടന്നുകളഞ്ഞു. ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോലീസ് പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി. പെട്രോൾ ഒഴിച്ചയാൾക്ക് വേണ്ടി എറണാകുളം സൌത്ത് പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. പനമ്പള്ളി നഗറിലെ ഏവിയേഷൻ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനികൾക്ക് നേരെയാണ് അതിക്രമം നടന്നത്. നിരവധി തട്ടിപ്പ് കേസുകളിൽ ഉൾപ്പെട്ട യുവതി കൊച്ചിയിൽ പിടിയിൽ. യുവസംരംഭകയായ സാന്ദ്ര തോമസിനെയാണ്
എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. വണ്ടിച്ചെക്ക് നൽകി കബളിപ്പിച്ച കേസിലാണ് അറസ്റ്റ്. തൃശൂർ സ്വദേശി സതീഷിന്റെ പരാതിയിൽ കൊടുങ്ങല്ലൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ വാറണ്ടിനെ തുടർന്നാണ് സാന്ദ്ര തോമസിനെ അറസ്റ്റ് ചെയ്തത്. സതീഷിന് വണ്ടിച്ചെക്ക് നൽകി കബളിപ്പിച്ചുവെന്നാണ് കേസ്. ഇവർക്കെതിരെ സമാനമായ കേസുകൾ നിലവിലുണ്ട്. എറണാകുളം ചിറ്റൂർ സ്വദേശിയിൽ നിന്നും 20 ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിൽ ഇവർക്കെതിരെ അന്വേഷണം നടന്നുവരികയാണ്. വ്യാജരേഖകൾ ചമച്ച് പണം തട്ടിയെന്ന ബാങ്കുകളുടെ പരാതിയിലും അന്വേഷണമുണ്ട്. മുഖ്യമന്ത്രിയുടെ പേരിൽ ഭീഷണിപ്പെടുത്തുന്നുവെന്നാരോപിച്ച ഡിവൈഎഫ്ഐ നേതാക്കൾക്കെതിരെ നേരത്തെ ഇവർ പരാതി നൽകിയിരുന്നു. ഇത് വ്യാജ പരാതിയാണെന്ന ആരോപണത്തെ തുടർന്ന് ക്രൈംബ്രാഞ്ച് പുനരന്വേഷണം നടത്തിവരികയാണ്. ഇതിനിടയിലാണ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസിനെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നത്. ന്യൂസ് 18 കൊച്ചി. ശബരിമലയിൽ ദേവപ്രശ്ന വിധി പ്രകാരം വരുത്തേണ്ട മാറ്റങ്ങൾക്ക് വാസ്തുശാസ്ത്ര പ്രകാരം സ്ഥാനങ്ങൾ നിശ്ചയിച്ചു. വാസ്തുശാസ്ത്ര വിദഗ്ധൻ വേഴപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് സ്ഥാനങ്ങൾ നിശ്ചയിച്ചത്. മഴ നനയാതെ പടിപൂജ നടത്താൻ 18ാം പടിക്ക് വാസ്തുപ്രകാരം മേൽക്കൂര ഉണ്ടാക്കാനുള്ള അളവുകളും തിട്ടപ്പെടുത്തി. മാളികപ്പുറം ക്ഷേത്രത്തേക്കാൾ ഉയരത്തിലാണ് നവഗ്രഹ ക്ഷേത്രത്തിന്റെ സ്ഥാനം. എല്ലാം ഒരേ നിരപ്പിൽ വേണമെന്ന് ദേവപ്രശ്നത്തിൽ കണ്ടതോടെയാണ് നവഗ്രഹ ക്ഷേത്രം പൊളിക്കാൻ തീരുമാനിച്ചത്. തറ മാളികപ്പുറം ക്ഷേത്രത്തിന്റെ അതേ നിരപ്പാക്കും. ഇപ്പോഴത്തെ സ്ഥലത്തു നിന്നും അല്പം മുന്നോട്ടു മാറിയാണ് പുതിയ സ്ഥാനം. ശബരിമല ശ്രീകോവിലിന്റെ കിഴക്ക് വശത്ത് ഗണപതി ഹോമം നടക്കുന്ന മണ്ഡപത്തിലെ ഗണപതി വിഗ്രഹം മാളികപ്പുറത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കും. മാളികപ്പുറം ക്ഷേത്രത്തിന്റെ തിടപ്പള്ളി പൊളിച്ചു പണിയുന്നതിനുള്ള സ്ഥാനം കണ്ടു. ഭഗവതി സേവ നടത്തുന്നതിനുള്ള മണ്ഡപവും തിടപ്പള്ളിക്ക് ഒപ്പമാക്കും. സന്നിധാനത്തെ ഗോശാലയുടെ സ്ഥാനം കാലിത്തൊഴുത്തിന് പറ്റിയതല്ലെന്ന് ദേവപ്രശ്നത്തിൽ കണ്ടതിനെ തുടർന്ന് ഗോശാലയും മാറ്റിപ്പണിയും. വലിയ മാറ്റങ്ങൾ വരില്ല. ഭഗവതിയുടെ ശ്രീകോവിലുണ്ടല്ലോ, മാളികപ്പുറത്തിന്റെ ശ്രീകോവിലിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മതിൽക്കകത്തിന്റെ വലിപ്പം ഒന്ന് വർദ്ധിപ്പിക്കും പരിധിയുടെ. അതിനനുസരിച്ച് ഗണപതി ഗണപതി ഹോമത്തിന്റെ അവിടെ ഇരിക്കുന്ന ഗണപതി അടിസ്ഥാനം ഈ ഭഗവതിയുടെ ശ്രീകോവിൽ തന്നെ. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് സ്ഥാനങ്ങൾ വരിക. അയ്യപ്പ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ മാളികപ്പുറത്തെ മണിമണ്ഡപം, മാളികപ്പുറം ക്ഷേത്രം എന്നിവയുടെ സ്ഥാനങ്ങൾക്ക് മാറ്റമില്ല. മണിമണ്ഡപം അതേപടി നിലനിർത്തി അതിന്റെ അളവനുസരിച്ചാകും പന്തളം രാജമണ്ഡപം പുതുക്കി പണിയുക. ന്യൂസ് 18 സന്നിധാനം. എറണാകുളം ബിനാനിപുരം പോലീസ് സ്റ്റേഷനിലെ വിവിധ പ്രദേശങ്ങളിൽ ഇനി CCTV നിരീക്ഷണത്തിൽ. ബിനാനിപുരം പോലീസും റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിക്ക് പിന്തുണ നൽകുന്നതാണ് ലാന ടെക്നോളജിയാണ്. വളഞ്ഞമ്പലം, പഞ്ചായത്ത് ജംഗ്ഷൻ, ഏലൂർ തുടങ്ങി 13 മേഖലകളിലാണ് CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. പോലീസ് സ്റ്റേഷനിൽ നിന്നും തന്നെ നിരീക്ഷണം നടത്താവുന്ന വിധം ക്യാമറകൾ സ്ഥാപിച്ചത് ലാന ടെക്നോളജിയുടെ സഹകരണത്തോടെയാണ്. ഇരുണ്ട വെളിച്ചത്തിൽ പോലും ദൃശ്യങ്ങൾ പകർത്തിയെടുക്കാവുന്ന വിധത്തിലുള്ള ക്യാമറകളാണ് സ്ഥാപിച്ചത്. 360 ഡിഗ്രി പാൻ ആൻഡ് ടിൽറ്റ്, 90 ഡിഗ്രി ടിൽറ്റും ഉള്ള ക്യാമറാസാണ് നമുക്കിപ്പോൾ ഉള്ളത്. WDMS എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഡേ ആൻഡ് ലൈറ്റ് കംപ്ലീറ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ബിനാനിപുരം പോലീസും റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കിയത്. കുറ്റം ചെയ്യുന്നവരുടെ രീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സയന്റിഫിക് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രവർത്തനം ഏകോപിപ്പിച്ചില്ലെങ്കിൽ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെടുന്നു തോന്നിയുകൊണ്ടാണ് പ്രധാനമായിട്ടും ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണിച്ചിട്ടുള്ളത്. സിഡ്കോട്ടൊക്കെ ഏറ്റവും ക്വാളിറ്റി ഉള്ള 2 മെയിൻ ക്യാമറാസ് തന്നെയാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒന്ന് PTZ-ഉം മറ്റൊരു 2 മെഗാപിക്സൽ ക്യാമറാസുമാണ് നമ്മൾ ഈ 12 ജംഗ്ഷനിലായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനോടൊപ്പം പ്രദേശവാസികൾക്ക് സുരക്ഷയൊരുക്കുക എന്ന ലക്ഷ്യമാണ് ക്യാമറകൾ സ്ഥാപിച്ചതിന് പിന്നിലുള്ളത്. ന്യൂസ് 18 കൊച്ചി. വാർത്തകൾ തുടരുന്നു. മീനമാസം 1-ാം തീയതിയായ ഇന്ന് ശബരിമലയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാവിലെ നിർമ്മാല്യം തൊഴാൻ നിരവധി ഭക്തരെത്തി. ശബരിമല ഉത്സവത്തിന്റെ 4-ാം ദിവസമായി ഇന്ന് പ്രത്യേക പൂജകൾ നടക്കും. വിവരങ്ങളുമായി SS ശരൺ ചേരുന്നു. ശരൺ, കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി മീനമാസം 1-ആയ ഇന്ന് വലിയ രീതിയിലൊരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ടോ? രഞ്ജിനി, തീർച്ചയായിട്ടും ഇന്ന് മീനമാസം 1-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ ഈ ഒരു തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. നമുക്കറിയാം, തിങ്കളാഴ്ച വൈകിട്ടാണ് നട തുറന്നത്. അന്നൊരു ചെറിയ തിരക്ക് മാറ്റി നിർത്തിയാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടാത്ത ഒരു സാഹചര്യമാണ് കാണാൻ സാധിച്ചത്. ഏതായാലും ഇന്ന് രാവിലെ നിർമ്മാല്യം തൊഴാനടക്കം നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തിയത്. പ്രത്യേകിച്ച് അന്യസംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി ഭക്തർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഉത്സവത്തിന്റെ 4-ാം ദിവസമാണ്. ഉത്സവത്തിന്റെ 4-ാം ദിവസമായി ഇന്ന് പ്രത്യേക ചടങ്ങുകൾ നടക്കും. അതായത് ഉത്സവ ബലിയും ശ്രീഭൂത ബലിയും, ഒപ്പം തന്നെ വൈകിട്ട് പ്രത്യേക ദീപാരാധന ഉണ്ടാവും. ദീപാരാധനയ്ക്ക് ശേഷം പടിപൂജയും നടക്കും.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് നാളെയാണ് പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഉത്സവത്തോടനുബന്ധിച്ച് നടക്കാൻ പോകുന്നത്. വിളക്കെഴുന്നള്ളിപ്പാണ് നാളെ നടക്കാൻ പോകുന്നത്. ഉത്സവത്തിൻ്റെ 9ാം ദിവസമായ 20ാം തീയതിയാണ് പള്ളിക്കൊടുപ്പ് നടക്കുക. ഏറ്റവും അവസാന ദിവസം, അതായത് ഉത്സവത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസമായ 21ാം തീയതി പമ്പ ആറാട്ട് നടക്കും. ഇത്തരത്തിലാണ് പൂജകളും ചടങ്ങുകളും എല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആരംഭിച്ചതോടുകൂടി തന്നെ വരും ദിവസങ്ങളും തിരക്കേറുമെന്ന് തന്നെയാണ് പ്രതീക്ഷപ്പെടുന്നത്. ശരി ശരൺ. ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ കാണാം. കോൺഗ്രസിന്റെ ദേശീയ വക്താവായിരുന്ന ടോം വടക്കൻ BJPയിലേക്ക് ചേക്കേറിയത് ദിവസങ്ങളുടെ മാത്രം ഇടവേളയിൽ. പൊടുന്നനെയുള്ള മാറ്റത്തിനു പിന്നാലെ വടക്കൻ മുൻപ് പറഞ്ഞതെല്ലാം കണ്ടെടുത്ത് ആഘോഷിക്കുകയാണ് വിമർശകരും രാഷ്ട്രീയ നിരീക്ഷകരും. പാർട്ടി പറഞ്ഞാൽ ഞാൻ നാഗാലാൻഡിലേക്കും പോകാൻ തയ്യാറാണ്. ഐ എം എ പാർട്ടി വാരിയർ. ഞാൻ യുദ്ധം ചെയ്യും. ഇത് കോൺഗ്രസുകാരനായിരുന്ന ടോം വടക്കൻ കോൺഗ്രസ് പാർട്ടിയെ ഉദ്ദേശിച്ച് പറഞ്ഞത്. ഇന്ന് BJPയിൽ ചേർന്നപ്പോൾ അതേ വടക്കൻ പറഞ്ഞ വാക്കുകൾ. അവർ പറയണം നാളെ നാഗാലാൻഡിൽ പോയി ക്യാമ്പയിൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പോവും. ഞാൻ ബേസിക്കലി ഒരു വർക്കറാണ്, പാർട്ടി വർക്കറാണ്. ആ ഡിസിപ്ലിൻ അനുസരിച്ച് ഞാൻ പോകും. ഇപ്പോൾ പുൽവാമയിലെ കോൺഗ്രസ് നിലപാടിനെ വിമർശിച്ച് പുറത്തുപോകുന്ന ടോം വടക്കൻ കഴിഞ്ഞ ദിവസങ്ങളിലെ ചാനൽ ചർച്ചകളിലെല്ലാം കണക്കറ്റ് വിമർശിച്ചത് BJPയെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലെ അവസാന പോസ്റ്റ് പോലും സൈനിക ആക്രമണങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന BJPയെ വിമർശിച്ചുകൊണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തൃശൂരിൽ മത്സരിക്കാനുള്ള താൽപര്യം പറഞ്ഞാണ് അടുത്ത ദിവസങ്ങളിൽ ടോം വടക്കൻ നാട്ടിലെത്തിയത്. തൃശ്ശൂർ ഒരു കൾച്ചറൽ സെന്ററാണ്. ആ കൾച്ചറൽ ഈത്തോസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സെക്യുലർ, ഞാൻ വിചാരിക്കുന്നു എനിക്കൊരു സെക്യുലർ ഇമേജ് ഉണ്ട്. പക്ഷേ എൻ്റെ ഫൈനൽ തീരുമാനം എൻ്റെ ഹൈക്കമാൻഡിനും എൻ്റെ പാർട്ടിക്കാണ്. ഐ ലീവ് ടു ദം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ഇനി വിനോദ വാർത്തകൾ. ഷെയ്ൻ നിഗം നായകനാകുന്ന പുതിയ ചിത്രം ഇഷ്കിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. നവോഗതനായ അനുരാജ് മനോഹറാണ് ചിത്രം ഒരുക്കിയത്. ആൻ ശീതളാണ് നായിക. ഷൈൻ ടോം ചാക്കോ, ലിയോണ ലിഷോയി എന്നിവർ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഷാൻ റഹ്മാന്റേതാണ് സംഗീതം.